വെറും 555 രൂപയ്ക്ക് AC കോച്ചിൽ തിരുവനന്തപുരം വരെ പോയാലോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ്. കേരളത്തിലൂടെ മാത്രം യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണിത്. പകൽ സമയത്ത് യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാണ് ജനശതാബ്ദി എക്സ്പ്രസ്. കാരണം ഈ AC ക്ലാസ്സിൽ ഈ ട്രെയിനിൽ AC ചെയർക്കാർ മാത്രമേ ഉള്ളൂ വരുന്നത്. അതുകൊണ്ട് തന്നെ AC ചെയർക്കാരാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ട്രെയിനിൽ കൂടുതൽ സമയം പകൽ സമയത്താണ് നമ്മുടെ യാത്ര. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 12:075 എന്ന നമ്പറിലുള്ള ഈ ട്രെയിന് ഉച്ചയ്ക്ക് 1:45 കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. കോഴിക്കോട് കഴിഞ്ഞിട്ട് പിന്നെ തിരൂരാണ് സ്റ്റേഷൻ ഉള്ളത്. അത് കഴിഞ്ഞ് ഷൊർണൂരാണ്. ഷൊർണൂർ 3 മണിക്ക് ഉച്ച കഴിഞ്ഞാണ് എത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അത് കഴിഞ്ഞ് തൃശ്ശൂരും ആലുവയും എറണാകുളവും ചേർത്തലയും ആലപ്പുഴയും കായംകുളവും കൊല്ലം വർക്കല ശിവഗിരി വഴി 9:30 മണിക്കാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുക. പകൽ സമയം ആയതുകൊണ്ട് തന്നെ ചില സ്റ്റേഷനിലൊക്കെ സ്ലോ ആയിട്ട് നിർത്തിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കറക്റ്റ് സമയത്താണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ ട്രെയിന്. ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന 2 സ്റ്റേഷനാണ് തൃശ്ശൂർ, എറണാകുളം. അവിടെ നിന്നാണ് കൂടുതൽ പേരും ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ കൂടിയാണ് ഈ ജനശതാബ്ദി എക്സ്പ്രസ്.